നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 37. മാരീചൻ ഇപ്പോൾ രാവണനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. സീതാപഹരണം ഒരിക്കലും നല്ലതിനല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. രാവണൻ്റെ ആഗ്രഹം സാധിക്കുവാൻ ഒരു നിർവാഹവുമില്ല എന്നും മാരീചൻ സൂചിപ്പിക്കുന്നു. രാമൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൈകേയി ദശരഥനെ വഞ്ചിച്ചത് കണ്ട് അദ്ദേഹം അച്ഛൻ്റെ വാക്കു പാലിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോന്നിരിക്കുകയാണ്. രാമൻ മൂഢനല്ല, അവിദ്യാനും അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. രാമൻ ധർമ്മം വിഗ്രഹം പൂണ്ടവനാണ്, ധർമ്മത്തിൻ്റെ സാക്ഷാത്കാരമാണ്, സൽപുരുഷനാണ്, സത്യവാദിയാണ്, വീരനാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് മാരീചൻ. അതുപോലെ സീതയാണെങ്കിൽ സ്വന്തം തേജസ് കൊണ്ട് സ്വയം രക്ഷിക്കാൻ കഴിവുള്ളവളാണ്. ആരും സീതയെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. സീതയ്ക്ക് തന്നെ അതിനുള്ള കഴിവ് ഭഗവാൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് ഇങ്ങനെ ശാഠ്യപ്പെടുന്നത് അങ്ങയുടെ നാശത്തിന് തന്നെയാണെന്ന് വീണ്ടും വീണ്ടും മാരീചൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. ശ്ലോകം 17. രാജ്യം സുഖം ച സംത്യജ്യ ജീവിതം ചേഷ്ടമാത്മനഃ നാത്യാ സാധയിതും താതാ രാമാന്തകം ഇഹാർഹസി. രാജ്യവും സുഖവും വെടിഞ്ഞ ജീവിതത്തെയും സ്വന്തം പ്രാണനെയും ത്യജിക്കുന്നവനായി നീ നേരിടുന്നത് ഉചിതമല്ല. ശ്ലോകം 18. അപ്രമേയം ഹി തത്തേജോ യസ്യ സാ ജനകാത്മജ നത്വം സമർത്ഥസ്താം ഹർത്തും രാമചാപാശ്രയം വനേ. അളവറ്റതാണ് ജനകാത്മജയോടുകൂടിയ രാമൻ്റെ തേജസ്. രാമചാപത്താൽ സുരക്ഷിതയായ അവളെ ഹരിക്കാൻ നീ ശക്തനാവില്ല. ശ്ലോകം 19. തസ്യ വൈ നരസിംഹസ്യ സിംഹോരസ്കസ്യ ഭാമിനി പ്രാണേഭ്യോപി പ്രിയതര ഭാര്യ നിത്യം അനുവ്രത. സിംഹത്തിൻ്റേതുപോലുള്ള മാരടമുള്ളവനായ ആ നരസിംഹത്തിൻ്റെ ഭാമിനി അദ്ദേഹത്തിന് സ്വന്തം പ്രാണങ്ങളെക്കാൾ പ്രിയതരയായ ഭാര്യയാണ്. അവൾ തികഞ്ഞ പതിവ്രതയാണ്. ശ്ലോകം 20. നസാ ധർഷയിതും ശക്യ മൈഥില്യോ യസ്സുന പ്രിയ ദീപ്തസ്യേവ ഹുതാശസ്യ ശിഖാ സീതാ സുമധ്യമാം. 20ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അവളെ കീഴടക്കാനാവില്ല. ആ ഓജസ്വിയുടെ പ്രിയതമയായ മൈഥിലിയെ, അഗ്നിയുടെ ജ്വാല പോലെയുള്ള ആ സുന്ദരിയെ. ശ്ലോകം 21. കിമുദ്യമം വ്യർത്ഥമിമം കൃത്വാ തേ രക്ഷസാധിപ ദുഷ്ടച്ഛേദ ത്വം രണേതേന തദന്തം ഉപജീവിതം. ഈ പാഴ്ത്തൊഴിലിലേർപ്പെട്ട രാക്ഷസാധിപ, ഭവാൻ എന്തോന്നാണ് നേടാൻ പോകുന്നത്? യുദ്ധത്തിൽ അദ്ദേഹത്തോട് നേരിടുന്ന അന്ന് തീർന്നു ഭവാന്റെ ജീവിതം. ശ്ലോകം 22.
ജീവിതം ച സുഖം ചൈവ രാജ്യം ചൈവ സുദുർലഭം യദീച്ഛസി ചിരം ഭോക്തും മാ കൃഥാ രാമവിപ്രിയം. ജീവിതവും സുഖവും രാജ്യവും സുദുർലഭമായേ ഒന്നിച്ചു കിട്ടൂ. അവ നീണാൾ നിലനിൽക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ രാമന് അപ്രിയം ചെയ്യാൻ തുനിയരുത്. ശ്ലോകം 23. സ സർവൈ സജീവൈ സാർത്ഥം വിഭീഷണ പുരസ്കൃതൈഹൈ മന്ത്രയിത്വാ സധർമ്മിഷ്ടൈഹൈ കൃത്വാ നിശ്ചയമാത്മനഃ ദോഷാണാം ച ഗുണാനാം ച സംപ്രധാര്യ ബലാബലം. എല്ലാ സജീവന്മാരോടും വിഭീഷണൻ മുതലായ ധർമ്മിഷ്ഠന്മാരോടും നല്ല പോലെ ആലോചിച്ചിട്ട് ഗുണദോഷങ്ങളും ബലാബലങ്ങളും വേണ്ടും പോലെ പരിഗണിച്ച് സ്വയം നിശ്ചയിക്കുക. ശ്ലോകം 24. ആത്മനച്ഛ ബലം ജ്ഞാത്വാ രാഘവസ്യ ച തത്വതഃ ഹിതം ഹി തവ നിശ്ചിത്യ ക്ഷമം ത്വം കർത്തുമർഹസി. സ്വന്തം ബലം ശരിയായി ഗ്രഹിച്ച് രാമൻ്റെ ബലവും ശരിക്കുള്ളതുപോലെ മനസ്സിലാക്കിയിട്ട് തനിക്ക് ഹിതമെന്താണെന്ന് നിശ്ചയിച്ച് തക്കതായ വിധത്തിൽ പ്രവർത്തിക്കുക. 37-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം. ശ്ലോകം 25. അഹം തു മന്യേ തവനക്ഷമം രണേ സമാഗമം കോസലരാജസൂനുന ഇദം ഹി ഭൂയ ശൃണുവാക്യമുത്തമം ക്ഷമം ച യുക്തം ച നിശാചരാധിപഃ. 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: